കണ്ണൂർ നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ കിഴക്കുമാറി ഇരിക്കൂർ പുഴയുടെ കിഴക്കുകരയിൽ ചെറിയ കുന്നിൻമുകളിൽ ഒരു ശാക്തേയ ക്ഷേത്രമുണ്ട്. മാമാനത്തമ്മ കുടികൊള്ളുന്ന മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം. മാമാനത്തമ്മയുടെ മുന്നിൽ മറികുത്തിയാൽ സർവ്വദോഷങ്ങൾക്കും പരിഹാരമായി എന്നാണ് വിശ്വാസം. സർവേശ്വരിയായ ആദിപരാശക്തിയാണ് മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മറിസ്തംഭനം നീക്കൽ അഥവാ മറികൊത്തൽ. കൗണ്ടറിൽ നമ്മളുടെ പേരും നാളും പറഞ്ഞ് 10 രൂപ കൊടുത്താൽ മറിസ്തംഭനത്തിൻ്റെ ഷീട്ടാക്കാം. നാളികേരം വേണമെങ്കിൽ അതിനു വേറെ പണം നൽകണം. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രക്കുളത്തിൽ പോയി ദേഹശുദ്ധി വരുത്തിയ ശേഷം നാളികേരവും കുളത്തിലെ വെള്ളത്തിൽ മുക്കിയെടുക്കണം. അതിനുശേഷം മാമാനത്തമ്മയെ ദർശിക്കുന്നതിനായി പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോകാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ പ്രാധാന്യമേറെ. നാലമ്പലത്തിലേക്ക് കടക്കുമ്പോൾ കിഴക്കു ദർശനമായി പരമശിവനെ കാണാം. പ്രദക്ഷിണ വഴിയിൽ ക്ഷേത്രപാലനെ തൊഴുത് നേരെ പോകുന്നത് മാമാനത്തമ്മയുടെ മുന്നിലേക്കാണ്. അവിടെ നെയ്വിളക്ക് അർപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഗർഭഗൃഹത്തിൽ മഹാദേവിക്കൊപ്പം അഷ്ടമാതൃക്കളും 64 യോഗിനിമാരും ഗണപതിയും വീരഭദ്രനും കുടികൊള്ളുന്നു. അമ്മയെ തൊഴുത ശേഷം നേരെ മുന്നിലുള്ള പരമശിവനെ ദർശിക്കാം. ശ്രീ മഹാദേവിക്കൊപ്പം ശിവൻ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടം. വനശാസ്താവിനെയും നാഗരാജാവിനെയും തൊഴുത ശേഷം നമുക്ക് മറിസ്തംഭനം നീക്കൽ ചടങ്ങിലേക്ക് കടക്കാം. കുരുതിത്തറയിൽ കുടികൊള്ളുന്നത് അഷ്ടകാളികളും വടുഭൈരവനും വടുഭൈരവിയുമാണ്. ഇവിടെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ മറിസ്തംഭനം നീക്കൽ നടക്കുന്നത്. ശത്രുദോഷം, സമയദോഷം, വാഗ്ദോഷം, വശ്യ മാരണ ആഭിചാര ദോഷങ്ങൾ എന്നിവ കാരണം നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നീക്കുന്നതിനു വേണ്ടിയാണ് മറികൊത്തുന്നത്. വിവാഹ തടസ്സം, തൊഴിൽ തടസ്സം എന്നിവ നീങ്ങുന്നതിനും മറിസ്തംഭനം ചെയ്യുന്നത് ഉത്തമമാണ്. ജീവിത വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവീ പ്രീതിക്കായി നെയ്ത്തിരി തലക്കുഴിഞ്ഞ് സമർപ്പിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതിനായി 3 പ്രാവശ്യം നാളികേരം കടന്നു വെച്ച് വിഘ്ന നിവാരണാർത്ഥം നാളികേരം കൊത്തിയുടക്കുന്ന ചടങ്ങാണ് മറികൊത്തൽ അഥവാ മറിസ്തംഭനം നീക്കൽ. ശക്തിപൂജ, ശത്രുസംഹാര ഹോമം, രക്തപുഷ്പാഞ്ജലി എന്നിവയൊക്കെ ക്ഷേത്രത്തിലെ മറ്റു പ്രധാന വഴിപാടുകളാണ്. ശാക്തേയ പൂജ നടത്തുന്ന മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ബ്രാഹ്മണർക്ക് പകരം പിടാരർ അല്ലെങ്കിൽ മൂസദ് എന്ന സമുദായത്തിൽപ്പെട്ട പുരോഹിതരാണ് പൂജകൾ നടത്തുന്നത്. ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ 5:45 മുതൽ 6:55 വരെയും 7:45 മുതൽ 10 മണി വരെയും 11:15 മുതൽ 1 മണി വരെയും വൈകുന്നേരം 6:15 മുതൽ 7 മണി വരെയുമാണ്. ഉച്ചയ്ക്കും രാത്രിയിലും വരുന്ന ഭക്തർക്കെല്ലാം പ്രസാദ ഊട്ടുമുണ്ട്. നമ്മൾ കൗണ്ടറിൽ നിന്ന് ആദ്യമേ തന്നെ പ്രസാദ ഊട്ടിനുള്ള ടോക്കൺ എടുക്കേണ്ടതാണ്. ഇരിക്കൂർ ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയ്ക്കരികിൽ സ്ഥിതി ചെയ്യുന്ന മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ വാഹന പാർക്കിങ്ങിനായി വിപുലമായ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.